തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിനകത്തിൽ അന്ന് നവകേരള യാത്രയ്ക്ക് ഇടയിലുണ്ടായ സംഭവം വളരെ നിർഭാഗ്യകരമായി. ആളുകളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി അടിക്കുന്ന സംഭവം, അതിനെപ്പറ്റി ഒരു SIT അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ അതിന് അനുസരിച്ച് എന്താ നിയമപരമായി എന്ത് ചെയ്യണമെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. ഒരു ADGP ആണ്, ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് AD തോമസ് MLAയും അജയും അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ADGPക്കെതിരെ അന്വേഷണം നടത്തും. റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ കുറ്റക്കാരെ ഒരു കാരണവശാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല, ആരായാലും. അല്ല, ഇത്തരം കുറ്റകൃത്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ നടപടി ഉണ്ടാകും. ഇപ്പോൾ ആലപ്പുഴയിലെ സംഭവമാണ് പുതുതായി ഏറ്റവും പ്രധാനമായും വന്നത്. ആ സംഭവത്തിൽ അപ്പോൾ തന്നെ SIT രൂപീകരിച്ച് കോടതി പറഞ്ഞില്ല, ഞങ്ങളല്ല, രാഷ്ട്രീയമായി ചെയ്തതല്ല, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിന് ശേഷം SIT രൂപീകരിച്ച 2 വർഷം കാത്തിരുന്നു. ക്യാബിനറ്റ് തീരുമാനിച്ചു SIT രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ. അപ്പോൾ തന്നെ DGP SIT രൂപീകരിച്ചു.